ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും പാർക്കിൽ പോവാ. ഞാനും മുന്നമോളും കൂടി ഇന്ന് പാർക്കിൽ പോകാൻ പോവാണ്. പാർക്കിൽ പോകാൻ പറ്റിയൊരു കാലാവസ്ഥയൊന്നും അല്ല ഇപ്പോൾ. പക്ഷെ ഇന്ന് ഞാൻ അവളോട് ഇങ്ങനെ നമുക്കൊരു ദിവസം പാർക്കിൽ പോകാമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ പോയേ പറ്റൂ. അപ്പം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ മുടി കെട്ടണ കാണിച്ചു തരാം. മുന്നേ പാർക്കിൽ പോയിട്ട് എന്താ കളിക്കുക? മണ്ണിലാണ് കളിക്കണത്. പാർക്കിൽ നമുക്ക് കുറേ കളിക്കാൻ സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് പാർക്കിൽ പോണത് മണ്ണിൽ കളിക്കാനാണ്. പക്ഷെ എൻ്റെ കണ്ണ് ക്രീപ്പിയാണ്. കണ്ണ് ഉമ്മി കണ്ടോ? നോക്ക് ക്യാമറയില്. Why is it like that? You can see this dot over here. Yeah, that is because of the camera, I think. Yes, I have magical powers. Magical powers? Yes. What magical power you have? In my dream I can see my friends in night. ഓഹോ, നമ്മള് പുറത്ത് നല്ല ചൂടാണ്. ഒരു മിനിറ്റ് പോന്നെ പറയട്ടെ. പുറത്ത് നല്ല ചൂടാണ്. അപ്പൊ നമ്മള് മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോണത്. കാരണം നല്ല ചൂടല്ലേ ഗൈസ്. നമ്മള് നൈറ്റിൽ ഇങ്ങനെ കട്ടിയാൽ ഒരു ബ്ലൂ സാധനം വരും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് തിരിച്ച് തന്നെ എൻ്റെ വേൾഡിൽ വരും. ആരെങ്കിലും കാണാൻ പറ്റൂല മാജിക്. എന്താ? നൈറ്റിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. നൈറ്റ് അല്ല, നൈറ്റ് ആകുമ്പോൾ വേണ്ട. അപ്പം ഞാൻ ജസ്റ്റ് കിട്ടുന്ന ഐസ് മാജിക് എനിക്ക് മാത്രമേ ഉള്ളൂ ഐസ് മാജിക്. ഈ ചൂടത്ത് പാർക്കിൽ ആരും ഉണ്ടാവൂല, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഇതാ എൻ്റെ ഹെയർ സ്റ്റൈൽ. റെഡി, ഫിനിഷ്, ലെറ്റ്സ് ഗോ. നമ്മൾ പാർക്കിൽ പോവാൻ ടൈമായി. ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. ഉണ്ടോ? Oh my goodness. Are you excited? Yes. But it's very hot outside. That's okay. Okay. നമ്മളിന്ന് പോണത് ഇവിടെ അടുത്തുള്ള മെയ്സലൂൺ പാർക്കിലേക്കാണ്. ഞങ്ങൾ മുമ്പ് താമസിച്ച സ്ഥലത്തുനിന്ന് ഒരു പാർക്ക് ഉണ്ടായിരുന്നു, നാസ്രിയ പാർക്ക്. ഞാൻ ആദ്യം അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ കുറച്ചൊരു നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് കുറവുള്ളത് ഈ പാർക്കിലേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ മെയ്സലൂൺ പാർക്കിലേക്കാണ് പോയത്. മുന്നേ വളരെ എക്സൈറ്റഡ് ആണ്, പക്ഷെ ഞാൻ തീരെ എക്സൈറ്റഡ് അല്ല. കാരണം പുറത്തെ ക്ലൈമറ്റ് അത്രയും മോശമാണ്. ഇപ്പോൾ ഒരു പാർക്കിൽ പോകാനുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ പുറത്തുള്ളത്. പിന്നെ ഞങ്ങൾ പാർക്കിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ കുറേ കുട്ടികളുണ്ട്. അതായത് കുറേ കുട്ടികളെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന ടൈമിൽ ആരും അത്ര കുട്ടികളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ ടൈമായപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇരുട്ട് ടൈമായി, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. പാർക്കിലെത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അവിടെ മുന്നേ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനും മുന്നേ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ സംസാരിക്കണ കേട്ടിട്ട് മലയാളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയണതാണ്. നിങ്ങൾ എവിടെയാണ് താമസിക്കണത്, ഇവളുടെ പേരെന്താണ്, എനിക്ക് കളിക്കാൻ വേണ്ടി ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു.
അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ എന്നോട് സംസാരിച്ചതെന്ന് അറിയാം. എനിക്ക് അവളെ ഈ വീഡിയോയിൽ എനിക്ക് എടുക്കണമെന്നുണ്ടായി. പിന്നെ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരാളുടെ ഇഷ്ടമില്ലാതെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. മേ ബി ആ കുട്ടികളുടെ ഫാദറോ മദറോ ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടാൽ അതൊരു പ്രശ്നമാവണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ആ കുട്ടീനെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അവളെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നോട്. എന്നിട്ട് ഞാൻ പിന്നെ എന്നോടുള്ള സംസാരം എന്നോടിങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു മോള് കളിച്ചോ, അവളുടെ കൂടെ കളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കളിക്കണതിൻ്റെ ഇടയിൽ ഇവളോട് ചോദിക്കുന്നുണ്ട് നാളെ വരുമോ എന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവളോട് എന്തെങ്കിലും നാട്ടിലെവിടെ എന്ന് ചോദിച്ചാൽ അവൾ ക്ലിയറായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് ഇന്ന ഇവിടെയാണ് വീട് അങ്ങനെ കറക്റ്റായിട്ട് എന്നോട് എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും അല്ല രസം. അത്രയും നേരം അവിടെ ഇരുന്ന് കളിച്ചതിന് ശേഷം പിന്നെ അവളുടെ കൂടെ സ്ഥിരം കളിക്കണ ഏതോ ഒരു കുട്ടീനെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അവളെ കണ്ടിട്ടേ ഇല്ല. അവളിടയ്ക്ക് ഞങ്ങളിങ്ങനെ നോക്കണുണ്ടായിരുന്നു ഇവർ പോയോ എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ പിന്നെ അവൾ കണ്ടിട്ടേ ഇല്ല. കുട്ടീനെ കണ്ടപ്പോൾ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കളി. മുമ്പൊക്കെ ഞങ്ങൾ സ്ഥിരം പാർക്കിലൊക്കെ പോവാറുണ്ടായിരുന്നു. പിന്നെ ഒരു വീക്കെൻഡ് കിട്ടിയാൽ നേരെ ഞങ്ങൾ ദുബായിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്. നമ്മൾ പാർക്കിൽ പോക്കൊക്കെ കുറവായി. കാരണം വണ്ടിയിൽ മാക്സിമം നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകുക എന്നല്ലാതെ നമ്മൾ നടന്നുകൊണ്ടുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ നടക്കാൻ പോണതുകൊണ്ട് ഞാൻ കരുതി ഇതെനിക്കൊരു നടത്താകുകയും ചെയ്യും, മുന്നേക്കൊരു എൻജോയ്മെൻ്റ് ആകുകയും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് പോയത് കേട്ടോ. ഇവിടെ നമുക്ക് പാർക്കിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഒരു പാർക്ക് എൻട്രി കാർഡ് ഉണ്ട്. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റീൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ കോൺട്രാക്റ്റും പിന്നെ എമിറേറ്റ്സ് ഐഡിയും കൂടി അതിൽ സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ 15 ദിറംസ് പേ ചെയ്യുക. 15 ദിറംസ് എന്ന് പറയുന്നത് 1 ഇയറിലേക്കുള്ള പേയ്മെൻ്റ് ആണ് കേട്ടോ. അത് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കാർഡ് കിട്ടും. ആ ഒരു കാർഡാണ് പാർക്ക് എൻട്രി കാർഡ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ പ്രത്യേകം നമ്മളോട് ചോദിക്കും ഏത് പാർക്കിലേക്കുള്ള എൻട്രി ആണ് വേണ്ടതെന്നുള്ളത്. അത് നമ്മൾ ആ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പാർക്കിലേക്കുള്ള എൻട്രി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വേറെ പാർക്കിലേക്കൊന്നും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നത് ബുത്തീനയിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പോണത് നാസറിയ പാർക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാസറിയ പാർക്കിലേക്കുള്ള പാർക്ക് എൻട്രിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നബ്ബയിലേക്ക് മാറിയപ്പോൾ ഈ മെയ്സലൂൺ പാർക്കിൻ്റെ എൻട്രി കാർഡും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ പാർക്കിലൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വാഷ്റൂം ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല പ്രെയർ റൂമും ഉണ്ട്. പിന്നെ വാക്കിങ്ങിന്, അതായത് മോർണിംഗ് വാക്കിങ്ങിനോ അല്ലെങ്കിൽ ഈവനിങ് വാക്കിങ്ങിനോ ഒക്കെ പോണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ അവർ റെഡിയാക്കിയിട്ടുണ്ട്. പാർക്കിൻ്റെ 4 സൈഡിലുമായിട്ട് നമുക്ക് നല്ല പോലെ വാക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്ഥലം അവർ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ടർഫിൻ്റെയൊക്കെ അത്ര ഒരു വലിപ്പം ഇല്ലെങ്കിലും ഒരു ബാസ്കറ്റ് ബോൾ, ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക സെക്ഷനും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഓൺ സ്ഥലം ഉണ്ടാക്കാൻ പോവാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ്. അല്ല മുന്നേ, ആർ യു ഹാപ്പി? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോയി വന്നു പറയും. ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തി. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.